തൃശൂർ നെല്ലങ്കരയിലെ ഗുണ്ടാ പോലീസ് സംഘർഷത്തിന് പിന്നാലെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ പേരിൽ റോഡ്, നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച് നാട്ടുകാർ. കോർപ്പറേഷന്റെയോ പോലീസിന്റെയോ അനുമതിയില്ലാതെയാണ് ബോർഡ് സ്ഥാപിച്ചത്. മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ ബോർഡ് എടുത്തുമാറ്റി. പേരിന് വേണ്ടിയോ കൈയിടിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഒരു ജോലിയല്ല. അപ്പോൾ ആ കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരോട് അങ്ങ് റിക്വസ്റ്റ് ചെയ്തത്. എന്തായാലും ഭാവിയിൽ പോലീസിനോട് സ്നേഹമുള്ളവർ, പോലീസ് പ്രവർത്തനത്തിന് അഭിമാനമുള്ള വ്യക്തികൾ പോലീസിന്റെ പ്രവർത്തനത്തിന് സഹായികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളില്ല നഗരി സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയാൽ അത് തന്നെ നമുക്കൊരു അംഗീകാരമായിട്ട് നിലനിൽക്കും. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഒരു അഭിനന്ദനം എന്നോണമാണോ ഈ പേരിന്, ഈ റോഡിന് ഇങ്ങനെ പേര് നൽകിയത്? എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിനോട് പോലീസ് ഏത് രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ ജൂൺ 28 ശനിയാഴ്ചയായിരുന്നു പോലീസിനെതിരെ ഗുണ്ടാക്രമണം തൃശൂർ മണ്ണൂത്തി നെല്ലങ്കരയിൽ ഉണ്ടാകുന്നത്. അന്നത് വൈലോപ്പള്ളി നഗർ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അവിടെ വെച്ച് പരാതി പറഞ്ഞ സ്ത്രീയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി കേൾക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടകളുടെ സംഘം ആക്രമിക്കുകയും പക്ഷേ ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കം നടത്തുകയും പോലീസ് ചെയ്തിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തന്നെ നേതൃത്വം നൽകിയാണ് അത്തരത്തിൽ ഒരു ഗുണ്ട അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിന്റെ കേസിന്റെ ഭാഗമായി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അവർ റിമാൻഡിലാവുകയും ചെയ്തു. പക്ഷേ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പോലീസ് നടത്തിയ ഇടപെടലിൽ അവർക്കുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ വൈലോപ്പള്ളി നഗർ എന്നുള്ള പേര് മാറ്റി ഇളങ്കോ നഗർ എന്നുള്ള ബോർഡ് സ്ഥാപിക്കുന്നത്. ഈ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ട് ബോർഡ് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ ഇത് കോർപ്പറേഷന്റെയോ പോലീസിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെയോ ഒന്നും അനുമതി തേടാതെയാണ് ഇത്തരം ഒരു ബോർഡ് സ്ഥാപിച്ചത്. ഈ വിവരം രാത്രി തന്നെ കമ്മീഷണർ അറിയുകയും ആ ബോർഡ് എടുത്ത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, മണ്ണുത്തി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ബോർഡ് എടുത്തു മാറ്റുകയുമായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ജോലി മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നെല്ലങ്കരയിൽ റോഡിന്റെ പേര് തന്റെ പേരിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബോർഡ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേരിനും കൈയടിക്കും വേണ്ടിയല്ല പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഏതായാലും നാട്ടുകാർ ഒരു സ്നേഹോപകാരമായിട്ടാണ് ഇത് നൽകിയതെങ്കിലും അത് അംഗീകരിച്ചു നൽകാൻ കമ്മീഷണർ തയ്യാറാകുന്നില്ല. മാത്രമല്ല തന്റെ ജോലി തുടരും, പോലീസിന്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.